കേരളത്തിലെ കനത്ത തോൽവി പരിശോധിക്കുന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ഇന്നും തുടരും. പ്രതിപക്ഷ നേതാവ് ആരാകുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായി. പിണറായി വിജയൻ സന്നദ്ധനല്ല എങ്കിൽ മാത്രം KN ബാലഗോപാലിനെ പരിഗണിക്കാനാണ് സാധ്യത. കേരളത്തിന് പുറമെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ് യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. നോബിൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെയും പിണറായി വിജയനോട് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചൊക്കെ പാർട്ടി സെക്രട്ടറി പറയുമെന്നുള്ളത്. നമുക്കറിയാം, അഡ്മിൻ എഴുതി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ക്യാപ്റ്റൻ, നായകൻ, അദ്ദേഹം ഇതുവരെ ഒരു വാക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ഇന്നോ നാളെയോ ഒക്കെ പ്രതീക്ഷിക്കണോ? അതോടൊപ്പം എന്താണ് പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച? ഒടുവിൽ പിണറായി തന്നെയാകുമോ പ്രതിപക്ഷ നേതാവ്? വെരി ഗുഡ് മോർണിംഗ് ഷിഹാസ്. കാവൽ മുഖ്യമന്ത്രി ഇതുവരെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ അദ്ദേഹം ദില്ലിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പലതവണ നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പ്രതികരണങ്ങൾ തേടിയതാണ്. പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. എല്ലാം പാർട്ടി സെക്രട്ടറി പറയും എന്നൊരു മറുപടി മാത്രമാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്ത് ഇന്നിപ്പോൾ അദ്ദേഹം രാവിലെ യോഗങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രതികരണം തേടുന്നതാണ്. എന്താണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനം ആയില്ല. അതുപോലെ തന്നെയാണ് CPM സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ എന്താണെങ്കിലും ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തും എന്ന സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഇതിലൊരു തീരുമാനം? പ്രത്യേകിച്ച് അദ്ദേഹം ആ പദവിയിലേക്ക് എത്താൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ മറ്റാരുടെയും പേരുകൾ പരിഗണിക്കില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതല്ലെങ്കിൽ KN ബാലഗോപാൽ പോലെയുള്ള പേരുകൾ ഒരു പക്ഷേ പരിഗണിക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ട്. CPM PB ഇന്നും യോഗം ചേരുന്നുണ്ട്. ഇന്നലത്തെ യോഗത്തിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ചർച്ചകൾ ഉണ്ടായില്ല എന്നാണ് MAPP വ്യക്തമാക്കുകയും ചെയ്തത്. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ കനത്ത പരാജയമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത വിലയിരുത്തൽ കൂടി ഇതിൽ PB എത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം കൂടി PB അവലോകനം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ഒരു പക്ഷേ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അടുത്ത നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഒരു ഉത്തരം നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിണറായി വിജയൻ തന്നെയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം ഈ കഴിഞ്ഞ സർക്കാരിലെ ക്യാപ്റ്റനാണ്. ആ ക്യാപ്റ്റൻ തന്നെ ഇതോടെ പ്രതിപക്ഷ നേതാവാകുമോ എന്ന് വലിയ ആകാംക്ഷയുമാണ്. അതാണെങ്കിലും പിണറായി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റൊരു പേരിലേക്ക് എത്തുക. അതേസമയം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങളടക്കം ഒരുപക്ഷേ ഇന്നത്തെ യോഗത്തിൽ ഉയരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം CPIയുടെ നേതൃയോഗങ്ങൾ ദില്ലിയിൽ ഉണ്ടായിരുന്നു. ആ യോഗങ്ങൾക്ക് ശേഷം വലിയ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ആശയസമരത്തിനെതിരായ സമീപനം, അതോടൊപ്പം തന്നെ PMC അടക്കമുള്ള വിഷയങ്ങളെടുത്ത നിലപാട് വലിയ തരത്തിൽ തിരിച്ചടിയായി എന്നൊരു വിമർശനം എന്താണെങ്കിലും CPI അവരുടെ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. CPMന്റെ PB യോഗത്തിൽ അത്തരത്തിൽ വിമർശനങ്ങൾ വരുമോ എന്നത് വലിയ ആകാംക്ഷയാണ്. നിലവിൽ സർക്കാരിനെതിരെ CPI പറഞ്ഞിരിക്കുന്ന നിലപാടുകളുടെ മറുപടിയും ഇതുവരെ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ പറഞ്ഞിട്ടില്ല എന്നതും പ്രധാനപ്പെട്ടത്. ഇന്നിപ്പോൾ നേതാക്കളുടെ പ്രതികരണം തേടുമ്പോൾ ഒരുപക്ഷെ മറുപടി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, നോബിളാണ് വിവരങ്ങൾ നൽകിയത്. പിണറായിയുടെ ഏകാധിപത്യം തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് ബിനോയ് വിശ്വം പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ചർച്ചയുണ്ടായത് പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും ഈ ഒരാഴ്ച കഴിഞ്ഞു, ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിനയത്തോടുകൂടി തോൽവി അംഗീകരിക്കുന്നു എന്നൊരു വാക്ക് പറയാൻ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കുറച്ച് കഷ്ടമാണ്.